ഇന്ത്യയെ സംബന്ധിച്ച് ഇന്ത്യ ആ ഫോറത്തിൽ തന്നെ ശക്തമായി ഇക്കാര്യങ്ങളെല്ലാം ഉന്നയിച്ചു. മാത്രമല്ല, സാധാരണഗതിയിൽ ഇന്ത്യ ഇത്തരത്തിലുള്ള ഒരു സഹായം നൽകുന്നതിന്, ഏതെങ്കിലും ഒരു അംഗരാജ്യത്തിന് സഹായം നൽകുന്നതിനെ എതിർക്കാറില്ല. നേരത്തെ പാകിസ്ഥാന് ബെയിലൗട്ട് പാക്കേജ് പ്രഖ്യാപിച്ചപ്പോഴും ഇന്ത്യ എതിർത്തിരുന്നില്ല. പക്ഷേ പുതിയ സാഹചര്യത്തിൽ പാകിസ്ഥാൻ ഭീകരതയ്ക്കായാണ് ഈ പണം ഉപയോഗിക്കുന്നത്, ഭീകരതയുടെ പ്രഭവ കേന്ദ്രമായി പാകിസ്ഥാൻ മാറുന്നു, ആഗോളതലത്തിലേക്ക് ഭീകരരെ കയറ്റുമതി ചെയ്യുന്ന രാജ്യമായി പാകിസ്ഥാൻ മാറുന്നു എന്നതിൻ്റെ കൂടി വിലയിരുത്തലിൻ്റെ അടിസ്ഥാനത്തിലാണ്. അതായത് ഈ ലഭിക്കുന്ന പണം അവരുടെ മാനദണ്ഡം അനുസരിച്ച് ഓരോ അംഗരാജ്യത്തെയും അവിടുത്തെ സമ്പദ്ഘടന സുസ്ഥിരമാക്കുക, വികസന പ്രവർത്തനങ്ങൾക്ക് പണം ഉപയോഗിക്കുക എന്നതാണ് രാജ്യാന്തര നാണയനിധി ഇതിലൂടെ, ഈ സഹായങ്ങളിലൂടെ ലക്ഷ്യമിടുന്നത്. പക്ഷേ അത്തരം പ്രവർത്തനങ്ങൾക്കല്ല ഈ പണം ഉപയോഗിക്കുന്നത്, പകരം ഭീകര പ്രവർത്തനങ്ങൾക്കാണ് എന്നതാണ് ഇന്ത്യ പ്രധാനമായും ഈ യോഗത്തിൽ ഉന്നയിച്ച കാര്യം. IMFന്റെ ഡയറക്ടർ ബോഡി യോഗം നേരത്തെ പറഞ്ഞതുപോലെ അവരുടെ ലക്ഷ്യം പ്രധാനമായും ഈ ഓരോ രാജ്യത്തെയും സാമ്പത്തികമായി സുസ്ഥിരമാക്കുക എന്നതാണ്. പാകിസ്ഥാനെ സംബന്ധിച്ച് നമുക്കറിയാം, പാകിസ്ഥാന്റെ സമ്പദ്ഘടന അങ്ങേയറ്റം കൂപ്പുകുത്തിയ അവസ്ഥയിലാണ്. പണപ്പെരുപ്പം വലിയ തോതിൽ ഉയർന്നു നിൽക്കുന്നു. നിത്യോപയോഗ സാധനങ്ങൾക്കെല്ലാം വലിയ വിലയാണ്. 1 കിലോ അരിക്ക് ഇന്ത്യൻ രൂപ തന്നെ ഏതാണ്ട് 150ഓളമാണ്. ആ നിലയിൽ അപ്പോൾ മറ്റ് അവശ്യ സാധനങ്ങളുടെ ഒക്കെ വില ആ നിലയിൽ ഉയർന്നിരിക്കുകയാണ്. പാകിസ്ഥാനെ സംബന്ധിച്ച് ഈ IMFന്റെ സഹായം ഇല്ലെങ്കിൽ വലിയ കെണിയിലേക്ക് തന്നെ കൂപ്പുകുത്തും എന്ന അവസ്ഥയായിരുന്നു. ഏതായാലും ഇന്ത്യ ശക്തമായി തന്നെ നിലപാട് IMFന്റെ വേദിയിൽ അവതരിപ്പിച്ചു.